കിച്ചണിൽ ജോലി ചെയ്ത് മടുത്തോ നിങ്ങളിൽ പലരും ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ജോലി ചെയ്യാൻ ഞാനൊരു റോബോട്ടൊന്നുമല്ല എന്ന്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നും സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഒരു റോബോട്ട് ഉണ്ടായിരുന്നു എങ്കിൽ എന്ന്? അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഓർഡർ ചെയ്യുന്ന പാക്കറ്റുമായി വരുന്ന ഒരു റോബോട്ടിനെ പറ്റി? യെസ്, today we're gonna talk about some robots and its applications. Hello friends, I'm Bipin. Welcome to my channel BNPS. തുടക്കകാലങ്ങളിൽ റോബോട്ടുകൾ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ഓട്ടോമൊബൈൽ ഫീൽഡിലാണ്. അതിനുള്ള കാരണം തന്നെ വാഹനങ്ങളും മറ്റും അസംബിൾ ചെയ്യുന്നതിന് വേണ്ടി ഹെവി പാർട്സ് ലിഫ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ വെൽഡ് ചെയ്യാനും ഒക്കെ റോബോട്ടിക് ആം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് സാധിച്ചിരുന്നു. 1974-75 കാലഘട്ടങ്ങളിലാണ് ആദ്യത്തെ ഇലക്ട്രിക് റോബോട്ടിക് ആം ABB പുറത്തിറക്കുന്നത്. അത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹൈ പേലോഡ് കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ ഹൈ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള റോബോട്ടൊന്നും ആയിരുന്നില്ല. എന്നാൽ ഇന്ന് 1975 ശേഷം ഇന്ന് 2022 നിൽക്കുമ്പോൾ ഈ ടെക്നോളജി വളരെ വികസിച്ച് അല്ലെങ്കിൽ റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വളരെ വികസിച്ച് ഇന്ന് ഈ റോബോട്ടിക് ആമുകൾ അല്ലെങ്കിൽ റോബോട്ടുകൾ നമ്മുടെ കിച്ചണ് വരെ കീഴടക്കുന്ന രീതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് റോബോട്ടുകൾ നമ്മുടെ അടുക്കള വരെ കീഴടക്കി ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് റെസിപ്പികൾ അതിൽ മെമ്മറൈസ് ചെയ്ത് നമ്മൾ ഒരു റെസിപ്പി ചൂസ് ചെയ്യുന്നപ്പോൾ ഒരു 5 സ്റ്റാർ കുക്കിനെ വെല്ലുന്ന രീതിയിൽ. കാരണം ഒരു 5 സ്റ്റാർ കുക്ക് അല്ലെങ്കിൽ ഒരു കുക്ക് എന്ന് പറയുന്നത് മനുഷ്യരാണ്. മനുഷ്യർ 10 തവണ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഓരോ തവണയും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനുള്ള റേഷ്യോസ് ചേഞ്ച് ആവാം. എന്നാൽ ഒരു റോബോട്ട് അത് ആക്യുറേറ്റ് ആയി കൃത്യമായ അനുപാതത്തിൽ എല്ലാ തവണയും 100% കൃത്യതയോടുകൂടി ചെയ്യാൻ സാധിക്കും. ആ റോബോട്ടുകൾ നമ്മൾ റെസിപ്പി ചൂസ് ചെയ്യുമ്പോൾ തന്നെ അതിന് വേണ്ട സാധനങ്ങൾ അത് എടുത്ത് വേണ്ട യൂട്ടൻസിൽസ് എല്ലാം ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു. എന്നിട്ട് നമുക്ക് വേണ്ട പാചകം ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായി സെർവ് ചെയ്ത് നമുക്ക് മറ്റൊരാൾക്ക് സെർവ് ചെയ്യാനുള്ള രീതിയിൽ അടുക്കി വെച്ച് തരുന്നു. ഇന്ന് റോബോട്ടുകൾ ഇത്രയധികം വികസിച്ചിട്ടുണ്ട്. റോബോട്ടും റോബോട്ടിക്സും ഇന്ന് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് എന്ന് ഏറ്റവും കൂടുതൽ റോബോട്ടിൻ്റെ സാധ്യതകൾ കണ്ടെത്തുന്ന ഒരു ഫീൽഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഓർഡർ റിസീവ് ചെയ്യുകയും അത് പിക്ക് ചെയ്യുകയും പാക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് റോബോട്ടുകളുടെ സഹായത്തോടെയാണ്. എന്നാൽ ഇന്ന് ഓട്ടോണമസ് കാറുകളെയും അല്ലെങ്കിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളെയും കൂട്ടിയോജിപ്പിച്ച് ഓട്ടോണമസ് ഡെലിവറി പോലും ഇന്ന് സാധ്യമാക്കുകയാണ്. അമേരിക്കൻ കമ്പനിയായ ഫോർഡും അജിലിറ്റി റോബോട്ടിക്സും കൂടി ചേർന്ന് ഇന്ന് ഓട്ടോണമസ് ഡെലിവറിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നാളുകളിൽ നമ്മളെ കാത്തിരിക്കുന്നത് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു റോബോട്ട് ആയിരിക്കാം നമ്മുടെ പാക്കറ്റുമായി നമ്മുടെ വീടിന് മുന്നിലേക്ക് നടന്നു വരുന്നത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റോബോട്ടിക്സിനെ പറ്റിയും അല്ലെങ്കിൽ പലതരത്തിലുള്ള റോബോട്ടുകളുടെ ഉപയോഗത്തെ പറ്റിയും ഇനിയും ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ബൈ ദെൻ, സ്റ്റേ കണക്റ്റഡ്. സീ യു സൂൺ.